ഹലോ, ഞങ്ങൾ ഇന്ന് ബാംഗ്ലൂർ ഫ്രണ്ടിൻ്റെ റൂമിലായിരുന്നു ഇന്നലെ. ഇപ്പം ജസ്റ്റ് ഒന്ന് ഫ്രഷായി ഇറങ്ങി നൈസായിട്ട് ഫുഡ് കഴിച്ചു. അവൻ കുക്ക് ചെയ്ത് തന്നു. നൈസായിരുന്നു, നല്ല വിശപ്പുണ്ടായി, നല്ല രീതിക്ക് കഴിച്ചു. അപ്പോൾ ഞങ്ങൾ നൈസായിട്ടൊന്ന് ഇവിടെ ഫുള്ള് കാണണം. പിന്നെ കുറച്ച് പർച്ചേസിങ് ഉണ്ട്, ഒത്തിരി ഒന്നല്ല, ബാംഗ്ലൂരിൽ കറങ്ങണം. അതെ, ഒരു ചെസ്റ്റ് ബാഗ് മേടിക്കണം. പിന്നെ വേറെ എന്താ, ജിമ്പല് വാങ്ങാൻ കിട്ടുമെന്ന് നോക്കണം. ജിമ്പല് കുറഞ്ഞത് മേടിക്കാനായിട്ട് നോക്കണം. കാരണം ഇങ്ങനെ പിടിച്ച് പിടിച്ച് അത് ബുദ്ധിമുട്ടാവുന്നുണ്ട്. പിന്നെ എവിടെയെങ്കിലും വെക്കാനൊക്കെ ആയിട്ട് വേറൊരു 2 പേർക്കും ഒരു ടീഷർട്ട് വെച്ചെടുത്താലോന്നുണ്ട്. പിന്നെ ഒരു ട്രൗസർ, ഇത്ര മാത്രമേ ഉള്ളൂ. അത് വാങ്ങണം. പിന്നെ കുറെ സ്ഥലങ്ങളൊക്കെ പോകണ്ട്, കാണിച്ചു തരാം. ഇവിടെ അടുത്ത് 2-3 സ്ഥലങ്ങളൊക്കെ ഉണ്ട് സ്പോട്ട് കാണാൻ പറ്റിയത്. അവിടെയൊക്കെ പോകണ്ട്, എല്ലാം വീഡിയോയിലുണ്ടാവും. ഓക്കെ. പോലീസ് വണ്ടിയാണ്, പക്ഷെ ഇന്നത്തിന് ഇടിയിട്ടാനോ പൊളിയാനോ തിളങ്ങാനോ ബാക്കി സ്ഥലമൊന്നുമില്ല. ബാംഗ്ലൂര് ട്രാഫിക്കിന്റെ ഇടയ്ക്കടെ പോണ വണ്ടി ആയതുകൊണ്ടാന്ന് തോന്നുന്നു. അതില് പോവാനൊന്നുമില്ല. നമ്മുടെ നാട്ടിലത്തെ വണ്ടി ആയിരുന്നെങ്കിൽ ഇപ്പൊ പയ്യന്മാരൊന്ന് ചോദിച്ചാൽ എന്നെ സാറിന്റെ വണ്ടിക്ക് ഇത് പറ്റൂലെന്ന്. ഇവിടെ ആ ഒരു സംഭവമില്ല. ഇവിടെ മലയാളികൾ വണ്ടി ഓടിച്ച് പിടിച്ചു കഴിഞ്ഞാൽ അവന്മാർക്ക് ഭയങ്കര സീനാന്ന് പറയുന്നത്. മലയാളീസിനോട് അവന്മാർക്ക് ഭയങ്കര പ്രശ്നമാണ്. ഇവിടെ ഉള്ള ലോക്കൽസ് എന്ത് പരിപാടി കാണിച്ചാലും ഒരു മൈൻഡ് ചെയ്യൂല. ഇന്നലെ ഞങ്ങൾ കണ്ടായിരിക 2 മലയാളി പയ്യന്മാരെ അവന്മാര് പിടിച്ചെടുത്തിട്ട് ചാവി അങ്ങനെ ഉരുക്കൊണ്ട്. പക്ഷെ ലോക്കൽസ് ഫുട്പാത്തിൽ കൂടിയാ വണ്ടി ഓടിക്കണം. ഹെൽമെറ്റും ഇല്ല, ഒന്നുമില്ല, അതൊന്നും അവന്മാര് മൈൻഡ് ചെയ്യൂല. പക്ഷെ അതൊരു മലയാളി ആയിരുന്നെങ്കിൽ അപ്പൊ കിട്ടിയ പണി. ചാവി ഊരിക്കൊണ്ടുപോവാ. ഞങ്ങള് കറക്റ്റ് കണ്ടോണ്ട് എങ്ങനെയാ. പിന്നെ വീഡിയോ എടുക്കാൻ പറ്റാത്ത സിറ്റുവേഷൻ ആയതുകൊണ്ടാ. വെറുതെ വള്ളി കാണണ്ടെന്ന് ഇരുന്നോണ്ട് ഞങ്ങൾ എടുത്തില്ല. ആണ് ശരിക്കും സംഭവം. ഡിമാർട്ട് എന്ന് പറഞ്ഞ സ്ഥലം, വിലക്കുറവിന് സാധനങ്ങൾ കിട്ടുമെന്ന് പറഞ്ഞു. ഇവിടേക്ക് പോയി നോക്കണം എന്തൊക്കെ കിട്ടുന്നില്ല. സാധനങ്ങളൊന്നും കിട്ടിയില്ല. ഇവിടെ ഞങ്ങൾ നോക്കിയ സാധനങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. ഞങ്ങൾക്ക് വേണ്ട സാധനങ്ങളൊന്നും ഇല്ല, ബാക്കിയുള്ള എല്ലാ സാധനങ്ങളും. ഫാമിലി മാർട്ട് പോലത്തെ എന്താ സംഭവങ്ങൾ, മറ്റേ ഈ ഫുഡ് ഉണ്ടാക്കണതിലേക്ക് വേണ്ട എല്ലാ അത്യാവശ്യ സാധനങ്ങളും ഉണ്ട്. ഹൈക്കിങ് ഞങ്ങൾക്ക് ആവശ്യമുള്ള ഒരു സാധനം ഇവിടെ ഇല്ല, അതാണ് സത്യം. വിലക്കുറവിന് എല്ലാ കാര്യങ്ങളും, അരി, പഞ്ചസാര, അങ്ങനെയുള്ള സാധനങ്ങള്, മസാലകളൊക്കെ നല്ല വിലക്കുറവില് ഓഫറിന് ബൈ 1 get 2 അങ്ങനെയൊക്കെ കുറെ കാര്യങ്ങളൊക്കെ ഉണ്ട്. സൺഡേ ആയതുകൊണ്ട് തന്നെ ഭയങ്കര തിരക്കാണ്. ഞങ്ങൾക്കൊന്നും മര്യാദയ്ക്ക് നോക്കാൻ പറ്റില്ല. ഞങ്ങൾക്കുള്ള സാധനങ്ങൾ ഇവിടെ ഉണ്ടോയെന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോൾ ഇല്ല. പിന്നെ ഞങ്ങൾ വേഗം ഇറങ്ങി. ക്രൗഡാണ്, ഭയങ്കര ക്രൗഡാണ്. ഇനി വേറെ എവിടെയെങ്കിലും പോയി നോക്കണം. നോക്കിയതിന് ശേഷം സാധനം എങ്ങനെയെങ്കിലും ഒപ്പിച്ച് നാളെ ഇവിടെ നിന്ന് വിടണം. ഞങ്ങളിപ്പോൾ ജയനഗർ 4th ബ്ലോക്ക് ബസ് സ്റ്റേഷനിലെത്തി. വീഡിയോ എടുത്തുകൊണ്ട് നടക്കാൻ പറ്റാനുള്ള ഈ സിറ്റി ഏരിയ ആയതുകൊണ്ട് തന്നെ ഇന്ന് സൺഡേയും കൂടി ആയതുകൊണ്ട് നല്ല രീതിയിൽ തിരക്കുണ്ട്. അതുകൊണ്ട് വീഡിയോ എടുത്തുകൊണ്ട് നമുക്ക് നടക്കാൻ പറ്റില്ല. പിന്നെ എല്ലാവരും പറഞ്ഞായിരുന്നു മാക്സിമം ഫോൺ നോക്കാൻ പറഞ്ഞു. ഇവിടെ ഒത്തിരി ഫ്രോഡ് ഉണ്ട്. എങ്ങനെ കയ്യിൽ നിന്ന് പോയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വേറൊരു രക്ഷയില്ല. അതുകൊണ്ട് ജയനഗറിന് സ്ഥലത്തോട്ട് ബസ് കിട്ടും. അപ്പോ 13B ആണ് ബസ് നമ്പർ പറഞ്ഞേക്കുന്നത്. 13B ബസ് നിർത്തുന്ന പറഞ്ഞു. ഇവിടെ നമ്പർ ആയാലും ഭയങ്കര പാടാ, കണ്ടുപിടിക്കാൻ കുറച്ച് പാട്. ഇത് നമ്മുടെ ഇതൊക്കെയാണ്. പിന്നെ നമുക്ക് എന്തെങ്കിലും നോക്കാറുണ്ട് ഇംഗ്ലീഷിലൊക്കെ എഴുതിയിട്ടുണ്ടെങ്കിൽ. ഇത് ഇംഗ്ലീഷ് ഇല്ല, ഇവിടെ കന്നഡയിലാണ്. കന്നഡയില് മാത്രം ഇത് കിട്ടണമില്ല. അതാണ് ഒരു വിഷയം. മനസ്സിലാവൂല. നമ്മള് ഗൂഗിൾ ലെൻസിൽ നോക്കി വരുമ്പോഴത്തേക്കും ബസ് പോയിട്ടില്ല. പിന്നെ ഇവിടെ പോലീസുകാരോട് ചോദിക്കാൻ ചെല്ലാൻ നേരത്തെ സ്റ്റേഷന്റെ ഉള്ളിൽ പോയി ചോദിച്ചാൽ മതി എന്ന് പറയും. അവർക്ക് താല്പര്യമില്ല ഒന്നും പറയാനായിട്ട്. അങ്ങനത്തെ ഒരു 13B ബസ് വന്നേരം നോക്കുക, അടുത്ത സ്ഥലത്തേക്ക് പോവാ. ഷൂട്ട് ചെയ്യാൻ പറ്റാത്തതാണ്. എന്താ പറയാ, സിറ്റി ഷൂട്ട് ചെയ്യാൻ പാടാം. ഇവിടെ ആൾക്കാർ എങ്ങനെയാ എന്താണെന്നൊന്നും നമുക്ക് പറയാൻ പറ്റൂല. ഷൂട്ട് ചെയ്തുകൊണ്ട് നടക്കാൻ നേരത്ത് ഓരോരോ പ്രശ്നങ്ങൾ. അപ്പൊ അതുകൊണ്ടാണ് ഷൂട്ട് ചെയ്യാത്തത്. ഇനി നേരെ ബസ് കയറി ജയനഗറിൽ എത്തണം. അവിടെ നിന്ന് നോക്കണം സാധനം എങ്ങനെയെങ്കിലും കിട്ടുമോ നോക്കണം. മെയിൻ ആയിട്ട് നോക്കുന്ന മൈക്കാ ഇപ്പൊ. കാരണം വോയിസ് ഒന്നും മര്യാദയ്ക്ക് ആവുന്നില്ല. അതുകൊണ്ട് തന്നെ നല്ല പാടുണ്ട്. ഞങ്ങൾ പറയുന്നൊന്നും കേൾക്കാൻ പറ്റാത്ത ഒരു സിറ്റുവേഷനാ. അപ്പൊ ഫ്രണ്ട്സ് വിളിച്ചിട്ട് പറഞ്ഞ വീഡിയോയില് നിങ്ങൾ വെറുതെ വീഡിയോ കാണിക്കാണ്ട് സംസാരിക്കാനാ. ആഗ്രഹമില്ലാണ്ടല്ല, സിറ്റുവേഷൻ ഇതാണ്. പറയുന്നത് ക്ലിയർ ആവാത്തോണ്ട് അങ്ങനെ ഇതാവുന്നത്. സിറ്റി ഏരിയ വണ്ടിയുടെ സൗണ്ട് അതും ഇതൊക്കെ കാര്യങ്ങളായതുകൊണ്ട് ഒന്നും കേൾക്കണമില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ഒരു മൈക്ക് എങ്ങനെയെങ്കിലും ഒപ്പിക്കണം. മൈക്ക് ഒപ്പിക്കണം, ജിമ്പലും ഇതാക്കണം. മാക്സിമം ഏറ്റവും കുറഞ്ഞ പ്രൈസിൽ നോക്കണോണ്ട് തന്നെ നമുക്ക് ബുദ്ധിമുട്ടായി. സാധനം എല്ലായിടത്തും കിട്ടും, പക്ഷെ ഞങ്ങളിൽ കാശൊന്നുമില്ല. അപ്പൊ ഏറ്റവും കുറഞ്ഞ രീതിക്ക് ഒരെണ്ണം മേടിക്കാൻ വേണ്ടിയിട്ട് ഈ അലച്ചിലലയുന്നത്. പിന്നെ അലയുമ്പോൾ വേറെ കുറച്ച് സ്ഥലവും കാണാൻ പറ്റും, ആ ഒരു എക്സ്പീരിയൻസും കിട്ടും. അതാണ് മെയിനായിട്ട്. നോക്കട്ടെ, നോക്കിയിട്ട് അടുത്ത് ബസ്സില് കേറിട്ടിട്ട് ഇവിടുത്തെ ബസ്സൊക്കെ അടിപൊളിയാ. ഗൂഗിൾ പേ ഉണ്ട്, അതാണ് ഏറ്റവും നമ്മുടെ നാട്ടിൽ ആയി വരുന്നുണ്ട് കേട്ടോ. കഴിഞ്ഞ ദിവസം കേറാൻ നേരത്ത് KSRTC ഉണ്ടായിരുന്നു. കുഴപ്പമില്ല, കയ്യില് പൈസ ഇല്ലെങ്കിലും ഗൂഗിൾ പേയിൽ അയച്ചു കൊടുക്കാം.
വഴി കിടക്കൂല. വഴി കിടക്കൂല, അങ്ങനെ ഒരു ഗുണമുണ്ട്. പക്ഷെ ഇവിടെ ഭയങ്കര ട്രാഫിക്കും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് കുറച്ചൊരു 10 കിലോമീറ്റർ പോകാനൊക്കെ ഒരു മണിക്കൂറൊക്കെ എടുക്കും. നല്ല ട്രാഫിക്കാ. സൺഡേ ആയതുകൊണ്ടാണെന്ന് തോന്നുന്നു ഇത്രയും തിരക്ക്. നല്ല രീതിക്ക് ട്രാഫിക് ഉണ്ട്. പിന്നെ ക്ലൈമറ്റ് വലിയ കുഴപ്പമില്ല, തണുപ്പും ചൂടും കൂടി ചൂട് അധികം ഇല്ല. എന്നാലും ഉച്ചയ്ക്ക് ഒരു വെയിലത്തകട നമുക്ക് നടക്കാൻ പറ്റും. ഇന്നലെ തമിഴ്നാട്ടിലാകുമ്പോ രാവിലെ 8 മണിക്ക്, ഈ സമയത്ത് തമിഴ്നാട്ടിൽ കൈ കാണിച്ചുകൊണ്ടിരിക്കാൻ ആകെ അല്ല രാവിലെ 8 മണിക്ക് തന്നെ വെയിലത്തകട നടക്കാൻ പറ്റുള്ളൂ. ഭയങ്കര ചൂടാ കണ്ണട കാര്യങ്ങൾ. വെച്ചിട്ട് കണ്ണിങ്ങനെ ഇരുന്നിരുന്ന ഇതൊക്കെ ആക്കാൻ നേരത്തെ അത്രയും പാടായിരുന്നു. ഇവിടെ ആ ഒരു ഇതില്ല. പക്ഷെ നല്ല ഉറക്കം വരുന്നുണ്ട് കയറി ഇരുന്ന് കഴിഞ്ഞപ്പോ. ഇന്നലെ രാത്രി നല്ലപോലെ ഉറങ്ങി. ഇപ്പൊ കയറി ഇരുന്ന് കഴിഞ്ഞപ്പോ വീണ്ടും ഉറക്കം. രാവിലെ നല്ല തണുപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടാകും, കുഴപ്പമുണ്ടാകുന്നില്ല. ഇവിടുത്തെ ക്ലൈമറ്റ് നല്ല രസമാണ്, അധികം ചൂടില്ല. ഇപ്പോഴത്തെ ക്ലൈമറ്റ് ഓക്കെയാണ്. മഴ പെയ്യുന്നതാണ് അറിയാൻ പാടില്ലാത്ത. ഇപ്പൊ ഇതുവരെ ഞങ്ങള് മഴയൊന്നും കിട്ടിയിട്ടില്ല എവിടെ വെച്ചും. കിട്ടിയിട്ടുണ്ട്, പക്ഷെ ഞങ്ങള് വണ്ടിയിലായതുകൊണ്ട് തന്നെ ലിഫ്റ്റ് അടിച്ച് വന്നോണ്ടിരിക്കുമ്പോഴാണ് കുഴപ്പമുണ്ടായിട്ടില്ല. ഇപ്പൊ ഞങ്ങള് അവിടേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ബസ്സിലൊക്കെ കൊടുക്കണ്ട സ്കാനറൊക്കെ, എല്ലായിടത്തും സ്കാനറാ, ഫുള്ള് സ്കാനറാ ബസ്സില്. ശിവാജി നഗർ എന്ന് പറഞ്ഞ സ്ഥലത്തെത്തി. ഇവിടെ കുറെ ഷോപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. നല്ല ക്രൗഡാണ്. സൺഡേ മാർക്കറ്റാന്ന് തോന്നുന്നു. ഇവിടെ എല്ലാ സാധനങ്ങളും വില വേശി ഇവിടെ എല്ലാരും നിന്ന് വില വേശ വേണം. കുറെ സാധനമുണ്ട്, ഭയങ്കര വില കുറവ് കിട്ടും കാര്യങ്ങളൊക്കെ. നല്ല തിരക്കും കാര്യങ്ങളാണ്. എല്ലായിടത്തും ഉള്ളൊരു സാധനം ഉണ്ട്. എന്താ വിശ്വാസം, ജ്യോതിഷം, കൈനോട്ടം. കൈനോട്ടാർന്നാ നോക്കിയാലേ. ഇപ്പൊ നോക്കിയാ എന്തായാലും പറയും നല്ല സമയ. ബ്രിട്ടീഷുകാരുടെ കാലം തൊട്ടുള്ള മാർക്കറ്റാണ് ശിവാജി മാർക്കറ്റ്. ബ്രിട്ടീഷുകാർ ഈ മാർക്കറ്റ് ഉണ്ടാക്കുന്നതിന് മുമ്പ് ഈ സ്ഥലം വെള്ളരിക്കാത്തോട്ടും പിന്നെ വെള്ളരിക്ക കച്ചവടത്തിന് മെയിൻ ആയിട്ടുള്ളൊരു സ്ഥലമായിരുന്നു. ബ്രിട്ടീഷുകാരാണ് ഇതിനൊരു മാർക്കറ്റാക്കി മാറ്റിയെടുത്തത്. പിന്നെ സ്വാതന്ത്ര്യാനന്തരം ഈ മാർക്കറ്റിനെ ശിവാജി മാർക്കറ്റ് എന്നുള്ളൊരു പേരിലേക്ക് മാറ്റിയായിരുന്നു. ഇവിടെ ഒട്ടുമിക്ക എല്ലാ സാധനങ്ങളും തന്നെ കിട്ടും. ബാംഗ്ലൂരിൽ തന്നെ ഏറ്റവും വലിയ മാർക്കറ്റുകളിൽ ഒന്നാണ് ശിവാജി മാർക്കറ്റ്. അതുപോലെ തന്നെ ഇവിടുത്തെ ഏറ്റവും വലിയ ഹൈലൈറ്റ്, ഈ സ്ഥലത്ത് നല്ല അടിപൊളി ബീഫ് കിട്ടും. ഫ്രഷ് ബീഫ് മീറ്റ് കിട്ടുന്ന സ്ഥലങ്ങളിൽ ഒന്നാണ് ശിവാജി മാർക്കറ്റ്. ഇവിടെ മാത്രമേ കിട്ടുള്ളൂ, മറ്റെവിടെയും തന്നെ ബീഫ് കിട്ടില്ല. അതുപോലെ ഗേൾസിൻ്റെ ഐറ്റംസ് ആണ് ഇവിടെ ഏറ്റവും കൂടുതലായിട്ടും ഉള്ളത്. ഷാമ്പൂ അങ്ങനെയുള്ള എല്ലാ സാധനങ്ങളും ഉണ്ട്, ഡ്രസ്സ് ഉണ്ട്, എല്ലാം ഉണ്ട്. പക്ഷേ ഷാമ്പൂവും ബാക്കി കോസ്മെറ്റിക്സ് ഒക്കെ മേടിക്കാൻ നേരത്ത് നോക്കി മേടിച്ചില്ലെങ്കിൽ വേറെ വല്ല അസുഖവും വരാനായിട്ട് വേറെ ഒന്നും വേണ്ട, കാരണം എല്ലാം ഡ്യൂപ്ലിക്കേറ്റ് ആയിരിക്കും. പഴം വാങ്ങണ്ട്. ഇവിടുത്തെ പിച്ചക്കാര് ഒരു ഹൈടെക്കാ. കയ്യില് പൈസ ഇട്ട് കൊടുത്താൽ മതി എന്നാ പറഞ്ഞത്. ഇതേ പോണവര് ഉണ്ട് ഫോൺ പേയില്. ആ പൈസ കയ്യിൽ പൈസ ഒന്നും ഇല്ലാന്ന്, 10 രൂപ കൊടുക്കാൻ കൈ പൈസ ഇല്ലാന്ന് പറഞ്ഞപ്പോഴേ സ്കാനർ എടുത്ത് കാണിച്ചേക്കണ്. അതിനകത്ത് അയച്ചു കൊടുത്തോളാൻ പറഞ്ഞു. ശരിക്കും മുന്നോ ഇപ്പൊ ഒന്നും മനസ്സിലാവുള്ളല്ലോ. ഇത്ര ഹൈടെക് ആയിന്ന് ഇപ്പഴാ മനസ്സിലാവണ കാര്യങ്ങളെല്ലാം. അങ്ങനെ 2 വാങ്ങാം. കരിമ്പിൻ ജ്യൂസ് വാങ്ങിച്ചിട്ടുണ്ട്. എത്ര? 20 രൂപ. നല്ല തണുപ്പും കാര്യങ്ങളുണ്ട്, ചൂടത്ത് നല്ല രസമുണ്ട് കുടിക്കാനായിട്ട്. പട്ടത്തിന് വേണ്ടി ഒരു കടയുണ്ട്. ഒരു കട ഫുള്ള് പട്ടത്തിന്റെ സാധനങ്ങള്. ബാക്കി കാണുന്ന കടയില് ഇവിടെ വന്നാൽ കിട്ടാത്ത ഒന്നുമില്ല. പക്ഷെ അന്വേഷിച്ച് നടക്കണം. എല്ലാ സാധനവും ഓക്കെയാണ്, കിട്ടാത്തതായിട്ടൊന്നുമില്ല. പക്ഷെ എല്ലാ സാധനവും പറ്റിക്കാനായിട്ടും ഇതിലും നല്ലൊരു സ്ഥലം വേറെ വേണ്ട. എല്ലാ സാധനത്തിലും പട്ടം മാത്രം വിൽക്കാനൊരു കട, മൈലാഞ്ചി മാത്രം വിൽക്കാനൊരു, എസൻസ് കാര്യങ്ങള്, തേങ്ങ വിൽക്കാൻ മാത്രം ഒരു കട. അങ്ങനെ എല്ലാത്തിനും കടകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇങ്ങോട്ട് മാറുന്തോറും വില വ്യത്യാസം വേണ്ട. ഓരോ സ്ഥലത്തും ചെന്ന് ചോദിക്കുമ്പോ ഓരോ വിലയാ. ഒരു സ്ഥലത്ത് 600 പറഞ്ഞു, ഒരു സ്ഥലത്ത് 500 പറഞ്ഞു, ഒരു സ്ഥലത്ത് 450 പറഞ്ഞു. അതും സെയിം സാധനം തന്നെയാണ്. സെയിം സാധനം, കമ്പനി ഉൾപ്പെടെ എല്ലാം സെയിം സാധനം. വിലയിലൊന്നും ഒരു വിലയിൽ മാത്രമേ വ്യത്യാസമുള്ളൂ, സാധനങ്ങളെല്ലാം ഒരേ സാധനം. പുറകില് ടീഷർട്ട് വിൽക്കുന്നുണ്ട്. ചില സ്ഥലത്തൊക്കെ 50 രൂപ, 100 രൂപ, 150 രൂപയൊക്കെ ടീഷർട്ട്. ഇവിടെ വന്നപ്പോ 100 രൂപയ്ക്ക് 3 ടീഷർട്ട്. അങ്ങനെ ഇതിന്റെ ഉള്ളിലോട്ട് വന്നു കഴിഞ്ഞാൽ ഇഷ്ടം പോലെ ഉണ്ട്. അത് കണ്ടുപിടിക്കണമെന്ന് മാത്രമേ ഉള്ളൂ. അതിന്റെ ഉള്ളിൽ നിന്ന് ഏതൊരു മാർക്കറ്റ്, റസൂൽ മാർക്കറ്റ്. നല്ല ഫുഡ് ഐറ്റംസ്, ഫ്രൂട്ട്സ് ഒക്കെയാന്ന് തോന്നുന്നു. പിടുത്തവും കാര്യങ്ങളൊന്നും ഇല്ല.
എന്താ സംഭവം ഒരുമാതിരി ശോകം. ഭയാനക ജനകമായ സ്ഥലം. ഇവിടെ പൂവും ഫ്രൂട്ട്സും കാര്യങ്ങളൊക്കെ കിട്ടണ മാർക്കറ്റാന്ന് തോന്നുന്നു ഇതിന്റെ ഉള്ളില്. ഫ്രൂട്ട്സും ഫ്രൂട്ട്സിന്റെ സാധനങ്ങളും അങ്ങനെയുള്ളതൊക്കെ കിട്ടണ ഇതിന്റെ ഉള്ളിൽ. ഇവിടെ നമുക്ക് ചില കാര്യങ്ങളൊന്നും കാണാനില്ല. ആ മാർക്കറ്റിന്റെ ഉള്ളിൽ ഈ സെക്കൻഡ് ഹാൻഡ് ബൈക്കിന്റെ കാറിന്റെ ബൈക്കിന്റെ പാർട്സ് ഒക്കെ ഉള്ള സ്ഥലമാണ്. നല്ല രസമുണ്ടാ. 300 രൂപയ്ക്കൊന്ന് വെച്ചേക്ക് നിന്നെ അടിക്കണം. എനിക്ക് ഇവിടെ നിന്ന് കാണാം. ആണോ? ഞങ്ങളാ മാർക്കറ്റിൽ നിന്ന് ഇറങ്ങി ഇപ്പൊ ഇവിടെയുള്ള മാളിലേക്ക് പോകാനാണ്. ഫോറം മാള്, അതാണ് ഇവിടുത്തെ വലിയ മാൾ എന്നാണ് പറഞ്ഞത്. ബാംഗ്ലൂരിലെ ഏറ്റവും വലിയ മാള് അല്ലേ, ഫോറം മാള്. അപ്പൊ അങ്ങോട്ടേക്ക് പോകാൻ വേണ്ടിയിട്ട് നിക്കാണ്. അപ്പൊ ഇനി അങ്ങോട്ടേക്ക് പോകണം. അപ്പൊ മെട്രോ സ്റ്റേഷനിലാണ് ഞാൻ. മെട്രോയ്ക്ക് പോയിട്ട് കമ്പഗൗഡ എന്നുള്ളൊരു സ്റ്റേഷൻ ഉണ്ട്, ആ സ്റ്റേഷനിൽ ഇറങ്ങണം. അത് കഴിഞ്ഞിട്ട് അവിടെ നിന്ന് വേറെ ലൈനുണ്ട്. ഇവിടെ 2 ലൈനുണ്ട്, പർപ്പിൾ ലൈനും പിന്നെ ഗ്രീൻ ലൈനും. ഗ്രീൻ ലൈനിൽ കൂടെയാണ് പിന്നെ അടുത്ത ഗ്രീൻ ലൈനിൽ കയറണം. പർപ്പിൾ ലൈനിൽ പോയി കമ്പഗൗഡ, അതാണ് ജോയിൻ ചെയ്യണ സ്ഥലം. അവിടെ ഇറങ്ങിയിട്ട് ഗ്രീൻ ലൈനിൽ കയറിയിട്ട് ഫോറം മാളിന്റെ സ്റ്റോപ്പ് ഉണ്ട്, ഞാൻ അവിടേക്ക് ടിക്കറ്റ് എടുത്ത് അവിടേക്ക് പോകണം. ഇത് മെട്രോ സ്റ്റേഷൻ. ഇനി ഇവിടെ നിന്ന് ടിക്കറ്റ് എടുത്തൻ്റെ 20 രൂപയുള്ള ടിക്കറ്റിന്. കമ്പഗൗഡ എത്തി. ഇവിടുന്ന് 2ാമത് ടിക്കറ്റ് എടുക്കേണ്ടി വന്നു. അപ്പോൾ 2ാമത് ടിക്കറ്റ് എടുത്ത് അടുത്ത സ്ഥലത്തേക്ക് പോകാൻ പോവാണ്. ക്രോസ് എന്ന് തന്നെയാണ് സ്ഥലം, കറക്റ്റായിട്ട് പേരറിയാൻ പാടില്ല. നല്ല തിരക്കാണ്. സൺഡേ ആയതുകൊണ്ട് തന്നെ നല്ല റഷാണ് ഇവിടെ. മെട്രോ നിറഞ്ഞ ആൾക്കാര് തിങ്ങ് കൂടി നിൽക്കില്ല. പിന്നെ പിക് പോക്കറ്റിംഗ് ഉള്ളതുകൊണ്ട് നല്ലപോലെ നോക്കണം. പോക്കറ്റിൽ നിന്ന് കൈയെടുക്കാൻ പറ്റുന്നില്ല. എൻ്റെ പോക്കറ്റ് ഭയങ്കര ലൂസാണ്. ഫോണ് പോക്കറ്റിൽ ഇട്ടുകൊണ്ട് കൈയെടുക്കാൻ പറ്റില്ല. ഇങ്ങനെ പോക്കറ്റ് കൈയിട്ടുണ്ടോ അല്ലെങ്കിൽ പോക്കറ്റിൽ നിന്ന് അടിച്ചു വെച്ചുകൊണ്ട് പോകും. പോക്കറ്റിൽ നിന്ന് അടിക്കുന്നു. ആ സിറ്റുവേഷൻ കുഴപ്പമില്ല, ശ്രദ്ധിച്ചാൽ മതി. എന്നാലും നല്ല തിരക്കായോണ്ടാണ് സീൻ, വേറെ കുഴപ്പമൊന്നുമില്ല. ഇപ്പൊ അവിടുന്ന് ഫോറം മാളിന്റെ അടുത്തുള്ള സ്റ്റേഷനിൽ ഇറങ്ങണം. ഇത് ഫോറം മാളിലേക്ക് പോകാനാണ്. നല്ല നൈസായിട്ട് നല്ല വെട്ടിപ്പായിട്ട് 3G ആയിട്ടുണ്ട്. ഇറങ്ങേണ്ട സ്റ്റോപ്പ് എത്താൻ നേരത്ത് ഞാനും നോക്കിയില്ല, ഇവനും നോക്കിയില്ല. ഇവൻ നോക്കൂന്ന് പറഞ്ഞ് ഞാനിരുന്നു, ഞാൻ നോക്കൂന്ന് പറഞ്ഞ് ഇവന്. ഞാൻ ശ്രദ്ധിച്ചില്ല, വേറെ എന്തോ ആലോചിച്ചു. ഞാൻ വീട്ടിൽ അമ്മേനെ വിളിച്ചോണ്ടിരിക്കുന്നു. അപ്പൊ അമ്മേനായിട്ട് സംസാരിച്ചോണ്ടിരുന്നപ്പോ വിട്ടുപോയി, അതിന്റെ കാര്യം വിട്ടുപോയി. മറന്നുപോയി, എന്തോ ആലോചിച്ചോണ്ടിരുന്നു. ഞങ്ങള് നെഗറ്റിവിറ്റിയുടെ കാര്യം പറഞ്ഞോണ്ടിരുന്ന, ഒരു ബ്രാക്കിന്റെ കാര്യം പറഞ്ഞ. അത് കഴിഞ്ഞപ്പോ ഇവിടെ എത്തി. ഇപ്പൊ 2 സ്റ്റോപ്പ് കഴിഞ്ഞു. അപ്പൊ ഈ സ്ഥലം ഇതിന് മുമ്പ് ഞാൻ ബാംഗ്ലൂർ വന്നപ്പോ ഇത് ലാസ്റ്റ് സ്റ്റോപ്പ് എങ്ങാണ്ടത്. അപ്പൊ ലാസ്റ്റ് സ്റ്റോപ്പ് ആയതുകൊണ്ട് എനിക്ക് മനസ്സിലായി ഇതല്ലാതെ. പിന്നെ നൈസിന് ഞങ്ങൾ ഈ സ്റ്റോപ്പിൽ ഇറങ്ങിയിട്ട് കറങ്ങി ഇവിടെ നിന്ന് അങ്ങോട്ടേക്ക് പോകുന്ന മെട്രോ റിട്ടേൺ കുഴപ്പമൊന്നുമില്ല, ഫൈനും കാര്യങ്ങളൊന്നും വരില്ല. ഇവിടെ സീനൊന്നുമില്ല. റിട്ടേൺ വരുന്നതിന് കയറുക, നേരെ അവിടെ പോയി ഇറങ്ങുക, എൻട്രി അടിക്കുമ്പോ ഇവിടെ ടിക്കറ്റ് എടുക്കുമ്പോ കിട്ടണേന്ന് തന്നെ ഇതാണ്, കോയിനാണ്. ഇതാണ് ടിക്കറ്റ്. ഇതിപ്പോ നമ്മൾ കേറുമ്പോ ഒരു ഇത് കാണിച്ചു തരണം, തിരിച്ചു പോകുമ്പോൾ അത് അവിടെ ഇടണം. ഇട്ടാലേ പുറത്തോട്ട് ഇറങ്ങാൻ പറ്റുള്ളൂ. ഇതില്ലെങ്കിൽ പിന്നെ നമ്മൾ ടിക്കറ്റിന്റെ പൈസ കൊടുക്കണം. അവിടുന്ന് മെട്രോ ഉണ്ട്. നല്ല വിശപ്പുണ്ട്. ശരിയായിട്ടൊന്നും കഴിച്ചല്ല, രാവിലെ കഴിച്ച സമയം 5 മണി. പിന്നെ ഒരു കരിമീൻ ജ്യൂസാണ് കുടിച്ചത്, അല്ലാതെ വേറെ ഒന്നും കഴിച്ചിട്ട് ഒരു സാധനം കഴിച്ചാൽ. അവിടെ പോയിട്ട് കഴിക്കണമെന്നുണ്ടായിരുന്നു മാർക്കറ്റിൽ പോയോ, പക്ഷെ എന്ത് വിശ്വസിച്ച് കഴിക്കുമെന്ന് അറിയില്ല. ഞങ്ങള് കുറച്ച് ഉള്ളിൽ കൂടി കയറി വരാൻ നേരത്ത് കുറെ നല്ല സംഭവങ്ങളുണ്ട്, കഴിക്കാൻ തോന്നാനുള്ള. പഴം മേടിച്ചു വെച്ചിട്ടുണ്ട്, 1 കിലോ പഴം മേടിച്ചിട്ടുണ്ട്. ആ പഴമാണ് റൂം എത്തണ വരെ ഞങ്ങൾക്കുള്ള ഏക ഫുഡ്, അല്ലാതെ വേറെ ഒന്നും മേടിക്കാനായിട്ട് ഞങ്ങൾക്ക്. ഫോറമ്മാളി ചെന്നിട്ട് പഴം തിന്നാന്ന്. ഫോറമ്മാളി പോയിട്ട് ഞങ്ങൾക്ക് കുറെ സാധനങ്ങൾ മേടിക്കാനുണ്ട്, അതിനുള്ള കാശല്ലാതെ വേറെ ഒന്നിനും കാശ്. ബാംഗ്ലൂരിലെ ഏറ്റവും വലിയ മാളാ. പുറത്തുനിന്ന് പഴം വാങ്ങിച്ചു കൊണ്ട് തിന്നതിന് തെറി അറിയോന്ന് അറിയില്ല, നോക്കണം. കഴിക്കാതെ റൂമിൽ ചില റൂംമേറ്റിന്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ട് എന്തെങ്കിലും മേടിക്കട്ടെ എന്ന്. അവന്റെ നല്ല മനസ്സുണ്ടാവും, വേണ്ടാന്ന് പറഞ്ഞിട്ട്. എന്നാലും എന്തെങ്കിലും മേടിച്ചുകൊണ്ട് പോകണം. അവിടെ പോയി ഫുഡ് ഉണ്ടാക്കി കഴിക്കണം. ഇത് നേരത്തെ കിടക്കണം. നാളെ രാവിലെ റൂമിൽ നിന്ന് പോവേണ്ടി വരും. അടുത്ത ലൊക്കേഷൻ ഇപ്പൊ ഹംപി ആണ് തീരുമാനിച്ചേക്കണേ.
പോണ വഴിക്ക് എവിടെയെങ്കിലും വേറെ കുറെ സൈറ്റ്സുകളൊക്കെ കാണുന്നുണ്ട്. മാക്സിമം ലിഫ്റ്റ് കിട്ടണ അനുസരിച്ച് എങ്ങോട്ടേക്കാന്നനുസരിച്ച് പോകണം. മാക്സിമം ഇനി അങ്ങോട്ടേക്ക് ലിഫ്റ്റും കാര്യങ്ങളും കുറവായിരിക്കും. ഒത്തിരി നടക്കാനുണ്ട്. നടക്കാന്നുള്ള തീരുമാനം തന്നെയാണ് ഇപ്പോ. നടന്ന് കാണാൻ പറ്റുന്ന അത്രയും കാണുക, അറിയാൻ പറ്റുന്ന അത്രയും അറിയാം, അത്ര തന്നെ. ഫോറം മാളില് വന്നിട്ടുണ്ട്. ബാംഗ്ലൂരിലെ ഏറ്റവും വലിയ മാളെങ്ങാണ്ട് ഇതാണെന്നാണ് തോന്നണത്. അതാണ് കണ്ട നല്ല ക്രൗഡും കാര്യങ്ങളൊക്കെ ഉണ്ട്. എങ്ങനെയെങ്കിലും ഫുഡ് കഴിക്കണം, നല്ല വിശപ്പുണ്ട്. You don't have to feel shy. It's free for everyone. It's a small 30-second mobile game on the OnePlus 13s phone. You can go to the podium, you can go to our team and they would guide you with how to play. It's a very simple game and you can win prizes just like this. കളിക്കണ്ട. നീ നോക്ക്, എന്തോന്നാ സംഭവം പിടിച്ചോലല്ല. ഹാങ് പോണൊന്നുമില്ല. വാ നോക്കാം. ഞാൻ നോക്കിട്ട് വരാ. OnePlusന്റെ ഫോൺ കിട്ടോ? ഇല്ല, വേറെന്താ സാധനം. ഗെയിം എന്ന് പറഞ്ഞിട്ടുള്ളത് മറ്റേ അവരുടെ ഫോണില് ഒരു കുറെ കുഴിയില് ഒരു തവള വന്നാലും പൊങ്ങി വരും. അതുമായിട്ട് തുടരണം. ഏറ്റവും കൂടുതൽ തവളേനെ തുടർന്നവർക്ക് സമ്മാനം ഡിസ്കൗണ്ട് കൂപ്പണും പിന്നെ വേറെ കപ്പോ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെയാ. നമുക്ക് വലിയ പ്രയോജനമില്ല. അതുകൊണ്ട് നല്ല രസമുണ്ട് കേട്ടോ ഫോറം മാള് കാണാൻ. എന്തോ വണ്ണു വത്ത സാധനം താറ്റന്ന് വാങ്ങിച്ചതാ. പിന്നെ പഴം, വെള്ളം ഇതൊക്കെയാണ് കഴിക്കണത് ഇന്ന് ഉച്ചത്തെ ഫുഡ്. ഉച്ചക്കൊന്നും കഴിച്ചുള്ള ഇപ്പൊ സമയം 6 മണിയായി. അപ്പൊ ഇതൊക്കെയാണ് കഴിക്കാനുള്ളത്. നമ്മള് ഫോറം മാളിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി. ഈ നൈസിന് റൂമിലേക്ക് പോകാനായിട്ടുള്ള പരിപാടിയാണ്. അകത്ത് കയറാൻ നേരത്തെ വെളുപ്പായിരുന്നു, ഇരുട്ടായി. ഞങ്ങൾ അത്യാവശ്യം അവിടെ ടൈം സ്പെൻഡ് ചെയ്തു. ഒരു വീഡിയോ എഡിറ്റ് ചെയ്യാനും പിന്നെ അപ്ലോഡ് ചെയ്യാനായിട്ടുള്ള ടൈമെല്ലാം അതിനുള്ളിൽ തന്നെ ചെയ്യണം. ഇനിയിപ്പോ റൂമിലേക്ക് പോകണം. ഇവിടുന്ന് എത്ര കിലോമീറ്റർ ഉണ്ട്? കറക്റ്റ് കിലോമീറ്റേഴ്സ് നോക്കിയിട്ടില്ല. 2 ബസ് മാറി കയറണം. 2 ദിവസം മാറി കയറി വേണം പോവാൻ. പിന്നെ ഞങ്ങള് പോയിട്ട് വീട്ടിൽ ചെന്നിട്ട് ഇനിയിപ്പോ നാളത്തേക്കുള്ള കുറച്ച് പാക്കിങ് നേരെ സെറ്റ് ചെയ്യണം. ബാഗ് സെറ്റ് ചെയ്യണം. പിന്നെ റൂട്ട് ഒന്ന് കറക്റ്റ് ക്ലാരിഫൈ ചെയ്തതിന് ശേഷം നാളെ വെളുപ്പിന് ഇറങ്ങണം. എന്നാലേ ബാക്കി കാര്യങ്ങളെല്ലാം സെറ്റ് ആവുള്ളൂ. അപ്പോൾ അതിന്റെ കാര്യങ്ങൾ ഒത്തിരി. ഇപ്പൊ റൂമിൽ ചെന്ന് ഫ്രഷായി ഫുഡൊക്കെ കഴിച്ച് കിടന്നുറങ്ങും പെട്ടെന്ന്. എന്നിട്ട് നാളെ രാവിലെ തന്നെ എഴുന്നേറ്റ് പോണം. ശബരിയുടെ ഫ്രണ്ട് കഴിക്കാനായിട്ട് എന്തോ ഒരു സാധനം വാങ്ങിച്ചോണ്ട് വന്നു. എന്താന്നറിയില്ല. എന്തായാലും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. എന്തോ ബിരിയാണിയുടെ പോലെ എന്തോ ഒരു സാധനമാണ്. എന്താന്ന് മനസ്സിലാവുള്ള. നല്ല ടേസ്റ്റ് ഉണ്ട് കഴിക്കാൻ. അതാണ് രാത്രിയിലത്തെ ഫുഡ് കാര്യങ്ങളൊക്കെ. ഞങ്ങളിത് ഈ റൂമിലാണ്. നാളെ വെളുപ്പിന് പോകണം. അപ്പോൾ ബിനു നേരത്തെ കിടന്ന് തുടങ്ങി. അവൻ ബെഡ് കണ്ട പാടന്നെ ചട്നി. എഡിറ്റിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഫുഡ് കഴിച്ച് ഷെല്ലിൻ്റെ ഒപ്പം ആയിരുന്നു. ഓൻ എന്താ സംഭവം, ഒരു റൈസ് മേടിച്ചോണ്ട് വന്നു. നല്ല ടേസ്റ്റ് ഉണ്ടായി. അതും കഴിച്ചിട്ട് അവൻ ആ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ട് ചെറുക്കാൻ ഫ്ലാറ്റായി. ഞാനിപ്പോൾ അത് എൻ്റെ ഫോൺ എടുത്ത് ഇതും കൂടി ഇതാക്കിയിട്ട് കിടക്കാമെന്നുള്ള സെറ്റപ്പിലായിരുന്നു. നാളെ ഹംപി ഭാഗത്തേക്കാണ് പോകുന്നത്. അപ്പോൾ ലിഫ്റ്റും കാര്യങ്ങളൊക്കെ കുറവായിരിക്കും എന്ന് പറഞ്ഞാൽ കുറേ നടക്കേണ്ടി വരും. നാളെ എന്തായാലും അവിടെ വരെ എത്തില്ല എന്നാണ് തോന്നുന്നത്. അറിയില്ല എങ്ങനെയാണെന്ന് നോക്കട്ടെ.